ടീമേ ചെമ്മീൻ കട്ട്ലേറ്റ് ഉണ്ടായി എങ്ങനെ ഉണ്ട് അമ്മച്ചി? വെറൈറ്റി ആണ്, അടിപൊളി വീഡിയോ ആണ്. അമ്മച്ചി കഴിഞ്ഞിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് ഇത് ഞാൻ ടേസ്റ്റ് നോക്കാൻ കേട്ടോ. ഞാനല്ല ഇന്നെ ടേസ്റ്റ് നോക്കണം, അമ്മച്ചിയാണ്. അമ്മച്ചിക്ക് കഴിച്ചേ പായിലേക്ക് വെച്ച് തന്നെ ഇത് കടിയടി ഒന്നും കൂടി കടിയും കൂടി. അപ്പൊ അടിപൊളിയല്ലേ? ഞാനും തിന്നോട്ടെ. സൂപ്പർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കട്ട്ലേറ്റ്. ഇനി കൂട്ടുന്ന സാധനങ്ങളാണ് ഞാൻ ഇവിടെ പാത്രത്തിലേക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ വലിയ ചെമ്മീനാണ് മേടിച്ചേക്കണം. വലിയ ചെമ്മീൻ കുറച്ച് ചെമ്മീനുണ്ട്. എത്ര ചെമ്മീനുണ്ട് അമ്മച്ചത്? 200. അപ്പോൾ സവാളയും ഉള്ളിയും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളി ഉണ്ട്, നമ്മുടെ പച്ചമുളകും ഉണ്ട്. പീര എത്ര ഉണ്ട് അമ്മച്ചത്? പീര ചെറിയ മുറി അര. പിന്നെ നമ്മുടെ മുളക് പൊടി വേണം, പിന്നെ കാശ്മീരി ചില്ലി, പിന്നെ മഞ്ഞൾപ്പൊടി വേണം, കുറച്ച് വേപ്പില വേണം. ഇത് ജീരകം, ചെറിയ ജീരകം വലിയ ജീരകം വേണം. ഇപ്പോൾ ചെറിയ ജീരകം മാത്രം ചേർത്തിട്ടുള്ളത്. കുരുമുളക്, പിന്നെ വേണ്ടത് കറി മസാല. നമ്മുടെ അറിയാലോ കറി മസാല പാക്കറ്റ് എന്ന് പറയുമ്പോൾ കിട്ടും. ഗ്രാമ്പു, പട്ട, ഏലക്ക അങ്ങനെയുള്ള സാധനങ്ങൾ. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ അടിക്കാം. അപ്പോൾ മിക്സിയിട്ട് അടിക്കാമല്ലേ? ഞാൻ അടിച്ചു തരാം. ഞാൻ പിടിച്ചു തരാം എല്ലാ സാധനങ്ങളും. അപ്പോൾ നിങ്ങളൊന്നും കൂടി റിപ്പീറ്റ് അടിച്ച് കണ്ടാൽ എന്തൊക്കെയാണ് ചേർത്തേക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് കുഴക്കും. ഇപ്പം നമുക്ക് സ്വല്പം ഉപ്പിടാം. ഉപ്പിട്ടങ്ങോട്ട് കുഴക്കാം. സ്വല്പം വെളിച്ചെണ്ണ ഇടാം. ഇത് കുഴച്ചിട്ട് നമുക്കിപ്പോൾ മിക്സിയിൽ അടിച്ചെടുക്കാം അല്ലേ? അപ്പം മിക്സിയിൽ അടിച്ചെടുക്കാം. വെള്ളം ചേർക്കൂലല്ലേ അമ്മച്ചി? ചേർക്കണ്ട. അപ്പോൾ ഏത് ഭാഗത്തിന് ഇടണോ ഇത്? ഈ പാത്രത്തിൽ തന്നെ വെള്ളം വീരക്കണ്ടല്ലോ ചെമ്മീത്തിന് കൊണ്ട്. ഏത് ഭാഗത്തിന് ഇടണോ ഇത്? ഇത് 3-4 അടി അടിച്ചിട്ട് എടുത്തോ. പാകമില്ല ചമ്മന്തിപ്പാട്ടം. ചമ്മന്തിപ്പാവും അല്ലേ? അപ്പോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകത്തിന്. ഇത് മതിയാ നോക്കി അമ്മച്ചി? മതി മതി. ഇതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചി ഉണ്ടാക്കൂട്ടെ, എനിക്കിത് ഉണ്ടാക്കാൻ അറിയാൻ പറ്റില്ല. എണ്ണ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മച്ചി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കൂടുതൽ അടിഞ്ഞു പോയല്ലേ? ഇത്തിരി കൂടി നിങ്ങൾ അടിക്കാൻ നേരത്തെ ഇത്ര ഇതാക്കണ്ട. ഞാൻ അടിച്ചപ്പോൾ ഇത്തിരി കൂടിപ്പോയി. ഇതിനും കൂടി നമുക്കേ തരിപ്പായിട്ട് ഇടണം. തീ കുറക്കണം അമ്മച്ചി. ഷേപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒന്ന് വെന്ത് വരട്ടെ ഇത്. അപ്പോൾ അമ്മച്ചി അവിടെ നിന്ന് ഉണ്ടാക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് മീനിനെ കാണിച്ചു തരാം. ഇതണ്ട നല്ല ഫ്രഷ് കരിമീനാണ്. ഇതണ്ട ചത്തട്ടില്ല. കാണിച്ചു തരാം. ഇതെന്താ പിടക്കണണ്ട ചെതള വിളിച്ച് കാണിച്ചു തരാം. ഇതണ്ട ഇത് മേടിച്ചല്ലേ അമ്മച്ചി? ഇത് പിടിച്ചല്ലേ ചേട്ടൻ? ഇതിന് ശരിയാക്കണം. ഇത് ഇപ്പോൾ കരിമീനുണ്ട്, ഒരു പൂളാനുണ്ട്. ഇതുണ്ട്, ഇതിനെ പൂളാന്ന് പറഞ്ഞാൽ ഞങ്ങൾ. പിന്നെ ചെറിയ മീനുണ്ട്. ഇതുണ്ട്, ഇതും ചത്തട്ടില്ല കേട്ടാ. ഇതൊന്നും ചത്തട്ടില്ല, നെല്ലിലേക്ക് ഇട്ടപ്പോൾ ചത്തതാ. അപ്പോൾ നമുക്ക് കട്ട്ലേറ്റ് എന്തായാലും നോക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കട്ട്ലേറ്റ് റെഡി ആയിട്ടാ. ചിക്കൻ വറുത്ത പോലെ ഇരിക്കാനല്ല നമുക്ക് ഷേപ്പൊന്നും ഇല്ലല്ലോ. ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഷേപ്പാകാൻ ഞാൻ എന്താ അമ്മച്ചി? ഞാൻ അടിച്ചപ്പോൾ ഇതിൽ ലൂസായി പോയി, അതാ പറ്റിയത്. പക്ഷേ അത് ഷേപ്പിലൊരു കാര്യമില്ല കേട്ടോ, ടേസ്റ്റിലെ കാര്യമുള്ളത്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അമ്മച്ചി അടുത്ത സെക്ഷൻ ഇട്ടോ. ഇതണ്ട നല്ല ചൂടാണ് കേട്ടോ. നോക്കിയേ. ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളി അമ്മച്ചി, കൊള്ളാം. പറഞ്ഞാൽ മതി ആൾക്കാരോട് എന്താ പറയാനുള്ള. ചെമ്മീൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയത് നിങ്ങൾ എല്ലാവരും കണ്ടല്ലേ. ഇനി ശരിയായിട്ടുണ്ടെങ്കിൽ
തെറ്റുണ്ടെങ്കിൽ വീണ്ടും നീ പറഞ്ഞു തെറ്റുകൾ മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് തെറ്റിപ്പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂസായി പോയി. നമുക്ക് ഷേപ്പും കാര്യങ്ങളില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.